ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 97 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് രാജസ്ഥാനിൽ പര്യടനത്തിലാണ്. തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ പ്രിയങ്ക ഗാന്ധി ഇന്ന് അയോധ്യയിലേക്ക് തിരിക്കും. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ BJP അധ്യക്ഷൻ അമിത് ഷാ പ്രചാരണ റാലിയിൽ പങ്കെടുക്കും. ജെ മുഹാജിർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. മുഹാജിർ, ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? നിഷാദ്, ഇന്ന് രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന 97 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് ഇന്ന് 3 മണി വരെയാണ് അതിനുള്ള സമയം. നമുക്കറിയാം, ഇന്നലെ ആയിരുന്നു ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് 91 മണ്ഡലങ്ങളിലേക്കും ആന്ധ്ര, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. ഇന്ന് അവയുടെ സൂക്ഷ്മ പരിശോധനയാണ്. ഇന്ന് രണ്ടാം ഘട്ടത്തിന്റെ സൂക്ഷ്മ പരിശോധന നാളെയാണ്. ഇങ്ങനെ നമ്മൾ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും യഥാർത്ഥ ചൂടിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് രാജസ്ഥാനിലുള്ളത്. രാജസ്ഥാനിൽ 2 റാലികളിൽ അദ്ദേഹം പൊതു റാലികളിൽ അദ്ദേഹം പ്രസംഗിക്കും. 11:30 ആദ്യ റാലി നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ റാലി. വൈകുന്നേരം അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ പ്രത്യേകമായി കാണുന്ന ഒരു പരിപാടി കൂടി രാഹുൽ ഗാന്ധിക്കുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഒരു ആകെ ഇലക്ഷന്റെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതായത് മിനിമം വേതനം തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ രാജ്യത്തെ 20% വരുന്ന, അതായത് 5 കോടി വരുന്ന കുടുംബങ്ങൾക്ക്, ദരിദ്ര കുടുംബങ്ങൾക്ക് അവർക്ക് മിനിമം വേതനം ഉറപ്പാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്, പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകമായി അറിയിച്ചത് വഴി രാജ്യത്ത് പൊതു ചർച്ച അതിലേക്ക് കൊണ്ടുവരുവാൻ കോൺഗ്രസ് അധ്യക്ഷന് കഴിഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നലെ തന്നെ BJPക്ക് അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. BJPയുടെ കേന്ദ്ര ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലി തന്നെ ഇക്കാര്യത്തിൽ ഒരു മറുപടിയുമായി രംഗപ്രവേശം ചെയ്തത് തീർച്ചയായും കോൺഗ്രസിന്റെ ഈ പ്രഖ്യാപനം ഉയർത്താനിടയുള്ള, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടാക്കാനിടയുള്ള സ്വാധീനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമായി നമുക്ക് കാണാം. ആ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗം മാറിയിട്ടുണ്ട്. ഇന്ന് അമിത്ഷായുടെ റാലി നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് BJP അധ്യക്ഷൻ അമിത്ഷാ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ആ റാലിയിൽ പ്രസംഗത്തിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാളെ പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിന്റെ ഈസ്റ്റ് ഭാഗങ്ങളിൽ ചുമതലയുള്ള പ്രിയങ്ക ഗാന്ധി ഇന്ന് വൈകുന്നേരം ഉത്തർപ്രദേശിലേക്ക് തിരിക്കുകയാണ്, ഫൈസാബാദിലേക്ക് തിരിക്കുകയാണ്. അയോധ്യയിൽ അവർ ഒരു റാലിയിൽ പങ്കെടുക്കും. ഇത് 3ാം തവണയാണ് ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയുടെ റാലി നടക്കാനിരിക്കുന്നത്. അയോധ്യ റാലി പക്ഷേ നാളെയാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിവരപ്രകാരം 29ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് പകരം നാളെയും മറ്റന്നാളും റായ്ബറേലി, അമേഠി എന്ന കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ അവർ പര്യടനം നടത്തിയ ശേഷം 29-നായിരിക്കും അയോധ്യയിലെ റാലി എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് അവരുടെ 40 താരപ്രചാരകരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും ഒന്നാമത്തെ പേരായി വരുന്നത് സോണിയാഗാന്ധി തന്നെയാണ്. പിന്നീട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പേരുകളുണ്ട്. കേരളത്തിൽ നിന്ന് KC വേണുഗോപാലിന്റെ പേര് മാത്രമാണ് ഒരു മലയാളി സാന്നിധ്യമായി ഈ താരപ്രചാരകരുടെ ലിസ്റ്റിൽ കാണുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യം, നമുക്കറിയാം, രാജ്യത്താകെ BJPക്കെതിരെ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് മുന്നിൽ നിന്ന ആളാണ് TDPയുടെ ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശിലെ പ്രചാരണ രംഗത്തേക്ക് ഈ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും അദ്ദേഹം കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ്. ഒരു മഹാസഖ്യം രൂപപ്പെട്ട് എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നില്ലെങ്കിൽ പോലും, തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രീ പോൾ അലയൻസ് വന്നില്ലെങ്കിൽ പോലും ആന്ധ്രയിലേക്ക് അദ്ദേഹം ഓരോരുത്തരെയായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ മമതാ ബാനർജി അടുത്ത ദിവസങ്ങളിൽ അവിടെ പ്രചാരണത്തിനെത്തും. SP നേതാവ് അഖിലേഷ് യാദവും അവിടെ എത്തുന്നുണ്ട്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള. ഈ രീതിയിൽ പ്രതിപക്ഷ നിരയിലുള്ള എല്ലാവരെയും അദ്ദേഹം തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. സൈഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, കേരളത്തിലും തെരഞ്ഞെടുപ്പ് രംഗം ഏതാണ്ട് സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. 29 ദിവസം കൂടി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളത്. എന്താണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ അജണ്ടയായി മാറിയിട്ടുള്ളത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരും എന്നതിലേക്ക് മുഴുവൻ പ്രചാരണവും ഊന്നിയിട്ടുണ്ടോ? ഇപ്പോൾ LDFന്റെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി കൂടി രാഹുൽ വന്നിട്ടുണ്ടോ? രാഹുലിനെ എതിർക്കുക എന്നതിന് അവർക്ക് കൂടുതൽ ഒരു കേന്ദ്രീകരണമുണ്ടോ? എന്താണ് ഇപ്പോൾ കേരളത്തിലെ ഒരു ട്രെൻഡ്?
നിഷാദ്, ആദ്യഘട്ട പ്രചരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ CPM നേതാക്കളുടെ ചില ആരോപണങ്ങളായിരുന്നു. കോലിബി സഖ്യം എന്ന ആരോപണം, കോൺഗ്രസ്, ലീഗ്, BJP, SDPI ലീഗ് കൂടിക്കാഴ്ച, അതുപോലെ തന്നെ 5 മണ്ഡലങ്ങളിൽ BJP ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിനെ UDFനെ സഹായിക്കുന്നു എന്ന ആരോപണം. ആദ്യഘട്ട പ്രചരണത്തിൽ നമുക്ക് അതാണ് കാണാൻ കഴിഞ്ഞതെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തട്ടി പ്രചരണം നിൽക്കുകയാണ്. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ നേതാക്കളുടെ പ്രസ്താവനകളടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞത്. CPM ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്ത് സന്ദേശമാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്ന വഴി നൽകുന്നത് എന്ന ആ വിഷയത്തിൽ CPM ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിന് മറുപടി പറയാനുള്ള സമയമായിട്ടാണ് പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രസ്താവനകൾ നടത്തിയത്. അതിന് കൃത്യമായി തന്നെ അവർ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. CPMന് ഭയപ്പാടാണ്, അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതെന്ന വിഷയത്തിലേക്ക് ഊന്നി കാര്യങ്ങൾ നിൽക്കുന്നു. BJPയും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. അവർ ഈ രണ്ട് മുന്നണികളുടെയും ചില പ്രശ്നങ്ങൾ ഊന്നിക്കൊണ്ട് പൊതുജന മധ്യത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും BJPയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. BJP എന്ന നിലയിൽ അല്ലെങ്കിൽ ND എന്ന നിലയിൽ അവർക്ക് എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. BDJസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 5 മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുന്നുണ്ട്. അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായും നടന്നിട്ടില്ല. 3 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് അവർ പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാടും അതുപോലെ തന്നെ തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ BJP ആ സീറ്റ് ഏറ്റെടുക്കണമോ വേണ്ടയോ എന്നൊരു ആലോചന BJP തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ BDJs ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ NDAയിൽ നമുക്ക് നോക്കുമ്പോൾ ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുള്ളൂ. ഇടത് വലത് മുന്നണികൾ ആ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചരണം അവസാനിപ്പിച്ച് എല്ലാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും സന്ദർശനം പൂർത്തിയാക്കി വാഹന പ്രചരണ ജാഥ ഇടത് സ്ഥാനാർത്ഥികൾ ആരംഭിച്ചു കഴിഞ്ഞു. UDF ആദ്യഘട്ടത്തിൽ കുറച്ച് പിന്നിലായിരുന്നെങ്കിലും ഇടതുമുന്നണിക്ക് ഒപ്പം തന്നെ ഓടിയെത്താൻ അവരും ശ്രമിക്കുന്നുണ്ട്. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് UDF സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉള്ളത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് അവരും കടക്കുകയാണ്. സമാനമായ രീതിയിൽ BJPയും വരും ദിവസങ്ങളിൽ അവർ കൂടെ എത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേതാക്കൾ ആരും തന്നെ പ്രചരണ രംഗത്തെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ പ്രചരണ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ രംഗത്തുള്ളത്. നേതാക്കളെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ പ്രസ്താവനകൾ നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടുപിടിപ്പിക്കുന്നു എന്നതിനപ്പുറം നേതാക്കളാരും പരസ്യമായി പ്രചരണ രംഗത്തേക്ക് വന്നിട്ടില്ല. ഇടതുമുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനർമാരും രംഗത്തേക്ക് വന്നിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണി നേരിടുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികളുടെ വിശദാംശങ്ങൾ ഇതുവരെയും ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ആഴ്ചയോടുകൂടി മാത്രമേ മണ്ഡലങ്ങളിലേക്ക് മുഖ്യമന്ത്രി എത്തുകയുള്ളൂ. അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമെല്ലാം അടുത്ത ആഴ്ച മാത്രമേ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയുള്ളൂ. UDFന്റെ സ്ഥിതി സമാനം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നേതൃത്വം നൽകിക്കൊണ്ടാണ് UDFന്റെ ക്യാമ്പയിനുകൾ ക്രമീകരിക്കുന്നത്. അവരുടെയും മണ്ഡല പര്യടനം സംബന്ധിച്ച തീരുമാനം വരും ആഴ്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. BJP ദേശീയ തലത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തുന്നുണ്ട്. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കേരളത്തിൽ 2 തവണയെങ്കിലും കൊണ്ടുവരാനുള്ള ആലോചന NDA കേന്ദ്രങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉടനീളമുള്ള പര്യടനത്തിൻ്റെ തീയതികൾ തീരുമാനിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതേസമയം തന്നെ ദേശീയ നേതാക്കന്മാരെയും കേന്ദ്രമന്ത്രിമാരെയും അടക്കം കൊണ്ടുവന്ന് കേരളത്തിലെ പ്രചരണം കൊഴുപ്പിക്കാൻ വേണ്ടി BJPയും ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലത്തിൽ സജീവമായി തന്നെ രംഗത്തുണ്ട്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമങ്ങളാണ് ഈ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോലിബി സഖ്യമായിരുന്നു പ്രചരണ വിഷയമെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തട്ടി അത് നിൽക്കുകയാണ്. വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം മാറുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ വിഷയം 3ാം ഘട്ടത്തിലേക്ക് പോകും. അത് ഇതുവരെ എന്താകുമെന്ന സൂചന പോലും നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടില്ല.